നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ദില്ലിയിൽ AICC നിരീക്ഷകരാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. നാടകീയ രംഗങ്ങളായിരുന്ന അവസാന നിമിഷം വരെ മാരത്തൺ ചർച്ച, ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരുന്നു, സംഭ്രമജനകവുമായിരുന്നു ചിലപ്പോൾ. അതെ, ഒരു പരിധിവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ കൂടി എന്താണ് ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയം ഇനി ഏത് ദിശയിലേക്കായിരിക്കും മാറുക? പ്രവചനാതീതമായിരിക്കും. വി ഡി സതീശൻ്റെ സെലക്ഷൻ പ്രവചനാതീതമായിരുന്നില്ല. പാണക്കാട്ടെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതോടുകൂടി തന്നെ അപ്പുറം ഒരു തീരുമാനം AICCക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായൊരു സത്യമാണ്. ഇതിപ്പോൾ ഇവിടെ AICCയുടെ പത്രസമ്മേളനം AICCയിൽ നടക്കുമ്പോഴും സമാന്തരമായൊരു യോഗം പാണക്കാട്ട് ചേരുകയാണ്. അതിനെന്തിനാണെന്ന് വെച്ചാൽ VD അല്ലാതെ അവർ പറഞ്ഞതിനപ്പുറമുള്ള ഒരു ചോയ്സ് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അത് പറയുകയും ചെയ്തു, വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. കാരണം AICC എന്ന് പറയുന്നതും KPCC മാത്രമല്ല, AICC എന്ന് പറയുന്നതും പാണക്കാടിൻ്റെ കൈകളിലൊതുങ്ങുന്ന ഒരു പാവയായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലെജിസ്ലേറ്റീവ് പാർട്ടിയിലും മുൻ KPCC പ്രസിഡന്റുമാരിലും ഏറ്റവും അധികം സ്വാധീനവും വോട്ടുകളും നേടിയ ഒരാളെ, അതല്ലേ ജനാധിപത്യം, ആ ജനാധിപത്യത്തെ AICC കശാപ്പ് ചെയ്തിരിക്കുന്നു എന്നും കൂടി അർത്ഥം. ഞാൻ ഏതെങ്കിലും KC വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ ഒന്നും വക്താവല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷമില്ലതാനും. പക്ഷേ ഭൂരിപക്ഷമുള്ള ഒരാളിനെ നിങ്ങൾ മാറ്റിക്കൊണ്ട് ഏതെങ്കിലും അപ്പുറത്തുള്ള ഒരു ആത്മീയ നേതാവിൻ്റെ അഭിപ്രായം ചെവിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ യാതൊരു അംശവുമില്ല, അതിൻ്റെ ഒരു അയോട്ട പോലുമില്ല, ഒരു കണിക പോലുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മതനേതാവിൻ്റെ, ആത്മീയ നേതാവിൻ്റെ ആ തിട്ടൂരത്തിന് വഴങ്ങിയെന്ന് പറയുമ്പോൾ ഇറാനെ പോലൊരു ആത്മീയ ഭരണകൂടം ഇവിടെ ഉണ്ടെന്നല്ലേ വരുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം, നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ട്. പക്ഷേ നിങ്ങളിത് പറഞ്ഞ മതേതരത്വത്തെ കൂടിയാണ് നിങ്ങൾ കശാപ്പ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാപ്പറകൾ ഈ അന്തിച്ചർച്ചയിൽ വന്നിരിക്കുന്ന ചില തൊഴിലാളികളുണ്ടല്ലോ, അവർ പറയുന്നത് കേട്ടു, വി ഡി സതീശന് ഏറ്റവും മതേതരത്വപരമായിട്ട് ജാതികളെയൊക്കെ ഹിംസിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. എന്താണ് നിങ്ങളീ പറയുന്നത്? നിങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന കാര്യം പോലും അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അന്തിച്ചർച്ചയിൽ വന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ സ്വഭാവം മാറ്റിയെന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ. ലോകത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു തിയറി കണ്ടുപിടിച്ച ആളാണ് വി ഡി സതീശൻ. ജമാഅത്തെ എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ മേധാവിത്വം ലോകമെമ്പാടും ആയിട്ടുള്ള കൊമേനിയെ മാത്രമല്ല ഹമാസിനെയും അതുപോലുള്ള സംഘടനയെയും പിന്തുണയ്ക്കുന്ന, ഇന്ത്യയെ പിന്തുണയ്ക്കാത്ത, കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പറയുന്ന, അങ്ങനെ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ച അലി സഹോദരന്മാരുടെ അവരുടെ സ്വത്തായിട്ട് ഇന്ത്യയിൽ എന്തവശേഷിക്കുന്നുണ്ടോ അതാണ് ജമാഅത്തെ ഇസ്ലാമി. മൗദൂദിയുടെ ലോകമാകെ ഇസ്ലാമിക ഭരണകൂടം, വേറൊരു മതത്തിന് സ്ഥാനമല്ല, ബാക്കി എല്ലാ മതങ്ങളും കപട മതങ്ങളാണ്. ഈ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റു ക്രിസ്തു മതവും അതുപോലെ ഹിന്ദു മതവും ബുദ്ധമതവും ജൈന മതവും എല്ലാം കപട മതങ്ങളാണ്. അതിലുള്ളവർ കാഫിറുകളാണെന്ന വിശ്വാസത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇന്നുവരെ. കാരണം എന്നാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചു വിട്ടുകൂടെ? ജനാധിപത്യ പാർട്ടിയായിട്ട് മാറിക്കൂടെ? വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ഏത് വികസന പ്രവർത്തനം നടത്തുന്നു അതിന് തടയിടലാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് വരെ അതാണ്. അത് പറയാത്തവർ കാപട്യം പറയുകയാണ്. ഞാൻ ചില അപ്രിയ സത്യങ്ങൾ പറയുകയാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യമാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷിയാണ് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് നുഖത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ശരിയാണ്. പക്ഷേ ആ കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പിൻകാലത്ത് BJP ആയവരും അതിലുണ്ടായിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടി. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഐക്യത്തോട് നിന്നാണ് പോരാടിയത്. ഇനിയുള്ള ഐക്യമെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഓർഗാനിക് ആയിരിക്കത്തില്ല, ജൈവമായിരിക്കത്തില്ല, അത് വരും ആർട്ടിഫിഷ്യൽ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ നമ്മൾ കാണാൻ പോകുന്ന പൂരം. അതെ, ഈ രാഷ്ട്രീയ കളികളൊന്ന് വിലയിരുത്തിയാൽ നമ്മൾ ഈ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ ഒരു കഥയുണ്ട്, ശിവനും പാർവതിയും, എന്തോ ഒരു ശിവനും ശക്തി അല്ലേ, ഒരു പഴം, അത് ഗണപതിക്ക് കൊടുക്കണോ, മക്കളായ ഗണപതിക്ക് കൊടുക്കണോ, അതോ മുരുകന് കൊടുക്കണമോ എന്നൊക്കെ
ഒരു തർക്കം വരുന്നു. അപ്പോൾ എന്താണ്, ഉലകം ചുറ്റി വരുന്നവർക്ക് ആദ്യം കൊടുക്കുമെന്ന് പറയുന്നു. മുരുകൻ തൻ്റെ വാഹനവും എടുത്ത് ലോകം മുഴുവൻ ചുറ്റുന്നു. അതിനു മുമ്പ് ഗണപതി എന്താണ്, തൻ്റെ അച്ഛനെയും അമ്മയുമാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും ചുറ്റി അത് വാങ്ങുന്നു. അതുപോലെ ഒരു രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം എത്രമാത്രം വലിയ തയ്യാറെടുപ്പുകളാണ്. KC വേണുഗോപാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തൻ്റെ ആളുകളെ ലിസ്റ്റിൽപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തൻ്റെ ആളുകളെ തിരികെ കയറ്റുന്നു. ജയിച്ചു വരുന്നവർ തൻ്റെ MLA-മാരാണ്, തനിക്ക് പിന്തുണ നൽകുന്ന MLA-മാരാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അത്രമാത്രം ശക്തമായിരുന്നു. VD സതീശനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പലരും KC വേണുഗോപാലിന് പിന്തുണ നൽകുന്നു. ഹൈക്കമാൻഡ് KC വേണുഗോപാൽ അനുകൂലമായി നിലപാടെടുക്കുന്നു. പക്ഷേ ഇതിനെല്ലാം, ഈ ശക്തമായ നീക്കങ്ങളെല്ലാം തകർക്കാൻ VD സതീശൻ ചെയ്തത് നേരെ എറണാകുളത്ത് നിന്നും പാണക്കാടേക്കുള്ളൊരു യാത്ര മാത്രമാണ്. ആരുടെയും തിണ്ണ നിരങ്ങുകയില്ല, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുകയില്ല എന്ന് പറയുന്ന ആൾ പാണക്കാട്ടെ ഒരു തിണ്ണ മാത്രം നൽകി. അപ്പോഴത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി ആശീർവാദം കിട്ടി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറമൊന്നുമില്ല. എക്സാക്ട്ലി നല്ലൊരു അന്യാപദേശ കഥയാണ് പറഞ്ഞത്, നല്ലൊരു പാരബിളാണ് പറഞ്ഞത്, നല്ലൊരു അലിഗറിയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ VD സതീശൻ പാണക്കാട്ടെ തങ്ങന്മാരുടെ ചുറ്റും കിടന്ന് കറങ്ങി. അതുകൊണ്ട് ഈ വാസ്തവത്തിൽ ഈ KC വേണുഗോപാൽ ലോകം മുഴുവൻ കറങ്ങി. തെലങ്കാനയിൽ പോയി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഫണ്ട് മുഴുവൻ കൊണ്ടുവന്ന് സമാഹരിച്ചു. കേരളത്തിലെ ഓരോ സ്ഥാനാർത്ഥിക്കും കൊടുത്തു. ഒരു പഴുതുമില്ലാത്ത വിധം അവർ പ്രചാരണം നടത്തി. KC ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലായിരുന്നു. അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല. പിൽക്കാലത്ത് അഴിമതിയിലേക്ക് അത് പോകും. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ പണം കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ചവരിപ്പോൾ എന്നെ കണ്ടാൽ അറിയാമോ കിണ്ണം കട്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ YouTube ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ട് പണം. അത് നല്ല തുക. പലതും നഷ്ടത്തിലാണ്. ഒരു നല്ല കാര്യമാണ്. ജീവനക്കാർക്ക് പോലും ചൊവ്വേനേരെ പണം കൊടുക്കാതെ പലതും നഷ്ടത്തിലോടുന്നുണ്ട്. അവർക്ക് വരെ ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന്, കോടിയോടടുക്കുന്ന തരത്തിൽ തുക വാങ്ങിച്ചിട്ടുള്ള ചാനലുകളുണ്ട്. വ്യക്തമായിട്ട് ബോധ്യം, പറഞ്ഞറിഞ്ഞത് തന്നെയാണിത്. പറഞ്ഞാണല്ലോ നമ്മൾ അറിയുന്നത്. അല്ല ഇപ്പം നോട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നില്ലല്ലോ. പറഞ്ഞ് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലരും. അങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് പ്രചാരണം കൊഴിപ്പിച്ചു. KC വേണുഗോപാലിന് വ്യക്തമായിട്ട് അറിയാം, ഈ മെയിൻ സ്ട്രീം ചാനലുകളല്ല ഇപ്പോൾ ഒപ്പീനിയൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്. മറിച്ച് ആരാണിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്? സോഷ്യൽ മീഡിയയാണ്. അവിടെയാണ് പിടിച്ചത് അദ്ദേഹം. പത്രത്തിൽ പരസ്യം കൊടുക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ അതിൽ പരസ്യം കൊടുക്കുകയല്ല ചെയ്തത്. സോഷ്യൽ മീഡിയയെ പണം കൊടുത്ത് കൈപിടിച്ചു. നല്ലൊരു തന്ത്രം. അതും ഫലിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഫലിച്ചിട്ടുണ്ട്. എനിക്കറിയാം KC വേണുഗോപാലിനെതിരെ വാർത്ത കൊടുക്കരുതെന്ന് അതിൻ്റെ ജീവനക്കാരെ ഉപദേശിച്ച മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. തെളിവ് സഹിതം ഞാൻ തരാം. താങ്കൾ എന്നോട് ചോദിച്ചാൽ തെളിവ് സഹിതം ഞാൻ തരാം. അപ്രിയ സത്യമാണിത്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് തിളങ്ങുന്ന വിജയം നേടാൻ കഴിഞ്ഞത്. പിന്നെ മാത്രമല്ല, ഈ ത്രിമൂർത്തികൾ രമേശ് ചെന്നിത്തലയും VD സതീശനും KCയും മാത്രമല്ല, ഇതിനേക്കാളൊക്കെ വളരെ മുകളിലുള്ള, ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പ്രവർത്തനം കോൺഗ്രസിനെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അല്ലെങ്കിൽ VD സതീശൻ തല കുത്തി നിന്നാൽ ഈ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. അത് അവർ മുതലെടുത്തു. അവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരുന്നത് വേറെ നിങ്ങൾക്കുള്ള ആൾട്ടർനേറ്റീവായിരിക്കും വരുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ 10 ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെപ്പാടെ നിങ്ങൾ മടിപ്പിച്ചു. അവർക്കിപ്പോൾ VD സതീശൻ വരണോ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വരുന്ന അങ്ങനെ ഒരു വികാരമാണല്ലോ ഉള്ളത്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് ഇവർ ഈ വൃത്തികെട്ട തോന്നിയാസമാണല്ലോ കാണിക്കുന്നത്. ആ ഒരു ദോഷത്തിൽ നിന്ന് VD സതീശനും മുക്തനല്ല എന്നുള്ളത് ഓർമ്മിക്കണം. യാതൊരു പേടിയും കൂടാതെ ഞാൻ പറയുകയാണ്. നടപടിയെടുക്കുന്നെങ്കിൽ എടുത്തുകൊള്ളട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യാതെങ്കിലും കള്ളക്കേസ് കുടുക്കിക്കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, പറയുകയാണ്. അതുകൊണ്ട് അത്ര അങ്ങ് ഞെളിയേണ്ട, അഹങ്കരിക്കേണ്ട. പിണറായി വിജയൻ്റെ അഹന്ത കൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചത്. അതുപോലെ അഹന്ത VD സതീശൻ എടുക്കുകയാണെങ്കിൽ VD സതീശൻ ഇതുപോലെ വീഴും. ഒരു സംശയവും വേണ്ട. ജനങ്ങളെന്ന് പറയുന്ന ജനതരംഗത്തിലാണ് ഇദ്ദേഹം ജയിച്ചത്. ജനതരംഗം തന്നെ അദ്ദേഹത്തെ മുക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. ഏത് കപ്പിത്താനെയും കൊല്ലാൻ കഴിവുള്ളതാണ് ഈ ജനതരംഗമെന്ന് പറയുന്ന മഹാപ്രവാഹമെന്ന്, ആ ജനസാഗരമെന്ന് പറയുന്ന മഹാപ്രവാഹമെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ലേ. ഈ KC വേണുഗോപാൽ തീർച്ചയായും ഈ പ്രചരണത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ KC പോലും ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. ഈ VD സതീശൻ കൃത്യമായി 100 സീറ്റ് എന്ന് പറഞ്ഞത് കിട്ടുകയും ചെയ്തു. അതിലാണോ VD സതീശൻ്റെ ഒരു പിടിവള്ളിയായി മാറി? VD സതീശൻ പറഞ്ഞൊന്നുമല്ല. കനുകുലുവിനെ കൊണ്ടുവച്ച് ഈ കനുകുലുവിനെ ഏർപ്പാടാക്കിയതാരാ? കനുകുലുവിനെ ഏർപ്പാടാക്കി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ, അതിൻ്റെ മുഖ്യ സംവിധായകൻ എന്ന് പറയുന്നത് KC വേണുഗോപാല. നല്ല
തുട്ടു കൊടുക്കാതെ അനുകൂലമൊന്നും ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയില്ല. തുട്ടു വാങ്ങിക്കാൻ വേണ്ടി ആ തുട്ടാരാ ഉണ്ടാക്കി കൊടുത്തത്? നമ്മളത് ആലോചിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ കുമാരെ ആലോചിക്കണം. വി ഡി സതീശൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ സമയം കിടപ്പുണ്ട്. യുവാവാണ്. എത്ര വേണമെങ്കിലും കാത്തിരിക്കുക ഒരു മുഖ്യമന്ത്രി. കെ സി വേണുഗോപാൽ ഇനിയൊരു ഊഴമുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയൊരു ഊഴമുണ്ടോ? ഇവരെല്ലാം സത്യസന്ധരും ആദർശഭരിതരുമായിട്ടുള്ള കോൺഗ്രസ്സുകാരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതല്ല അതിൻ്റെ സത്യം. അല്ല, കറ പുരണ്ട ആൾക്കാർ തന്നെ. സതീശൻ പിന്നെ കറ പുരളാത്താണ്. പുനർജനി പദ്ധതി കേസ് കിടക്കുക. ഇറ്റ് ഈസ് സ്റ്റിൽ പെൻഡിങ്. അത് കേരളത്തിലെ പോലീസിൻ്റെ കയ്യിലൊന്നുമല്ല. ഇൻ്റലിജൻസ് കേരളത്തിലെ പിന്നെ ക്രൈം ബ്രാഞ്ചിൻ്റെ കയ്യിലോ അല്ല. അത് കേന്ദ്രത്തിൻ്റെ പോകുന്ന കാരണം എന്താണ്? ഇന്ത്യയുടെ അനുമതി കൂടാതെ ഇന്ത്യ വിട്ടുപോയി വിദേശ രാജ്യത്ത് പിരിവ് നടത്തി. കേന്ദ്രം വിചാരിച്ചാൽ ഇഡിക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്ന ഫോറിൻ റെഗുലേഷൻസ് ഉണ്ടല്ലോ, അത് നോക്കുന്ന ആ സംവിധാനത്തിന് ഇദ്ദേഹത്തെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ FCRA ഒക്കെ കണ്ടില്ലേ ഇപ്പോൾ പിടിക്കുന്നത്? പേടിക്കാൻ തുടങ്ങിയ ഓരോരുത്തർ. അതുപോലുള്ള സംവിധാനമുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ഇദ്ദേഹത്തെ ഈസിയായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹവും അത്ര പരിശുദ്ധരിൽ പരിശുദ്ധനെന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ആ പരിശുദ്ധരിൽ പരിശുദ്ധനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ആവോളം കണ്ണീര് കുടിപ്പിച്ച ഒരു വ്യക്തിയും കൂടാണ് ഈ VD. ഹിസ് പാസ്റ്റ് വിൽ ഹോണ്ട് ഹിം. അതാണ് നിയമസഭയിൽ സംഭവിച്ചത്. ഭൂരിപക്ഷം പേരും VD എതിർക്കുകയായിരുന്നു. അവരെയാണ് ഇനി ഇദ്ദേഹം ഭരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട്. ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. ഹി ഈസ് നോട്ട് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഗവർണറാണ്. മനസ്സിലായില്ലേ? ഇവരെ ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഫ്ലോറിൽ പിന്തുണ വേണം. ആ പിന്തുണ ഇല്ലാതെ ഇപ്പോൾ കർണാടകയിലെ ക്യാമ്പയിൻ നയിച്ചത് DK ശിവകുമാറായിരുന്നു. തീർച്ചയായിട്ടും സിദ്ധരാമയ്യ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോയി. അവിടെ അധികാര വടംവലി ഇപ്പോഴുമുണ്ട്. ഇനി അടുത്ത 5 വർഷം കേരളത്തിൽ അധികാര വടംവലിയുടെ നാളുകളായിരിക്കും. അതിലും വലുതായിരിക്കും. DK ശിവകുമാർ ഈസ് എ ജെന്റിൽമാൻ. ഐ ഡോണ്ട് നോ വെദർ കെ സി വേണുഗോപാൽ ഈസ് സച്ച് എ ജെന്റിൽമാൻ. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് DK ശിവകുമാറിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കാണാം. സിദ്ധരാമയ്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ദേഷ്യമില്ല. പക്ഷേ ഈ 3 പേരും കൂടെ രാഹുൽ ഗാന്ധിയുടെ പ്രേരണ കൊണ്ട് നടത്തിയ പത്രസമ്മേളനം അതിക്രൂരമായിട്ടുള്ളൊരു നോട്ടമാണ് കെ സി വേണുഗോപാൽ VD തന്നെ നോക്കിയത്. എൻ്റെ കഞ്ഞി പാറ്റ കൊണ്ടുവിടാൻ വന്ന് മനുഷ്യനുള്ള മറ്റുള്ള നോട്ടം തന്നെയാണ് നോക്കിയത്. തെറ്റൊന്നും പറയാനില്ല. അത് അയാൾ കെട്ടി ഉയർത്തിയ ഗോപുരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഹാര ശക്തിയെ കൊണ്ട് മിസൈലിട്ട് തകർക്കുക ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത് വളരെ അപകടമാണ്. ഇനി ഓരോ കാര്യങ്ങളും ഇപ്പം VD സതീശൻ സ്വന്തം തീരുമാനമാണ് എടുക്കുന്നതെങ്കിലും ആളുകൾ എന്ത് സംശയിക്കും? മുസ്ലിം ലീഗിനാൽ പ്രേരിതമായിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞ ആ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. അപ്പോൾ അതിനാൽ പ്രേരിതമാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പും കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ AK ബാലൻ തന്നെ രംഗത്ത് വരും. ഇത് ജമാഅത്തെ പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം തന്നെ മാറിപ്പോയിരിക്കുന്നു. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം അന്തിച്ചർച്ചയിൽ ആരോ പറയുന്നത് കേട്ടു. NSSൻ്റെ നേതാവ് വളരെ അൺപോപ്പുലറായിട്ടുള്ള സുകുമാരൻ നായർ ഈ മുസ്ലിം ലീഗിൽ ഇത് ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും കുഴപ്പമുണ്ട്. സംശയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു സത്യമാണ്. ആദ്യമായിട്ടൊരു സത്യം അദ്ദേഹം പറഞ്ഞു. ശബരിമലക്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് എതിർപ്പ് വെച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് റോയി മാത്യു എന്ന് പറഞ്ഞാൽ അന്തിച്ചർച്ച തൊഴിലാളിയാണ് വന്നിരുന്ന് പറയുന്നത്. ഇയാൾക്ക് എന്തോ ഈ കാര്യം? ഞാൻ ചോദിച്ചു, റോയി മാത്യുവിൻ്റെ കാര്യം NSSനെ കുറ്റപ്പെടുത്താൻ ഇയാൾ NSSൻ്റെ അംഗമാണോ? ഡയറക്ടർ ബോർഡ് അംഗമാണോ? ഈ രാജ്യത്ത് ഓരോ പൗരനും ഉണ്ടെന്നേ. താങ്കൾക്കൊരു 10 ദിവസത്തെ ഒരു ഗവൺമെൻറ്റിനെ നഷ്ടപ്പെടുത്തുന്നതിന് ഉത്തരവാദികളായ ആളുകളെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ലേ? ഇതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. നിങ്ങളെന്തിനാ എന്തൊക്കെ അറിയിക്കുന്നത്? ആറന്മുളയിൽ ഞങ്ങൾക്ക് ഒരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് പറഞ്ഞാൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് വൈദികനോട് നിങ്ങൾക്ക് എന്താ പ്രതിഷേധം അങ്ങോട്ട് വരാത്തത്? റോയി മാത്യു എന്ന് എന്തു വായിത്തൊന്നുമെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി അന്തിച്ചർച്ച. NSSനെ അദ്ദേഹം വിമർശിക്കുക. NSS എന്ത് പറഞ്ഞു? പിണറായി വിജയനെ അനുകൂലിച്ചു. എന്തുകൊണ്ടാണ് അനുകൂലിച്ചത് NSS? യുവതീ പ്രവേശനം ഇനിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അത് പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു പാണക്കാട്ട് തങ്ങൾ അദ്ദേഹത്തിനോട് പിന്നെ കോൺഗ്രസ് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല നിങ്ങൾ ഈ നല്ല ജേർണലിസ്റ്റ് അല്ല, നിങ്ങളുടെ നിരീക്ഷണ പാഠവും കുറവാണ്. എപ്പോഴാണ് ഇത് പറഞ്ഞത്? പത്രക്കാർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അവിടെ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതേസമയം മാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാബ് അവരുടെ മുമ്പിൽ അഭിപ്രായം പറഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ അറിവുകേട് കൊണ്ടായിരിക്കും അദ്ദേഹം കയറി വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ. വികാരം കൊണ്ടാണോ കേരളത്തെ ഭരിക്കാൻ പോകുന്നത്? വികാരം കൊണ്ടാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ
നേരത്തെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് മുഖ്യമന്ത്രിയാക്കി വെച്ചാൽ മതിയായിരുന്നല്ലോ, വികാരം കൊണ്ട് ഭരിക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ പി കെ ശശി വികാരം വളക്കാൻ പോയല്ലോ വരലു, ആ വികാരം കൊണ്ട് അങ്ങ് ഭരിച്ചാൽ മതിയല്ലോ, വിവേകം കൊണ്ട്, ദീർഘവീക്ഷണം കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് സംസ്ഥാനത്തെ ഭരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു സിനിമാ നടനെയും വിജയിപ്പിച്ചു വിടാത്ത, സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പേരിൽ വിജയിപ്പിച്ചു വിടാത്ത സംസ്ഥാനമാണ്. വിവേകമുള്ള വിവേകശാലികളുടെ വിശ്വാസശീലരുടെ നാടല്ല കേരളം. അതാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ സുരക്ഷ. നോക്കൂ, ഈ നായർ എന്ന് പറയുന്നത് അവരൈക്യമുള്ളവരാണോ? ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തമ്മിലടിച്ചത് ആരാണ്? 3 നായന്മാർ. ഐക്യമുണ്ടായിരുന്നെങ്കിൽ അയാളുടെ ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഒരു നായരാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞ് മാറിയിട്ടില്ലേ? എന്തുകൊണ്ടാണത്? അവരുടെ മതേതര സ്വഭാവം കൊണ്ട് തന്നെയാണ്. പിണറായി വിജയനെ സുകുമാരൻ നായർ പിന്തുണച്ചത് മതേതര സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതുപോലെ വെള്ളാപ്പള്ളിയെ നിങ്ങൾ അമിതമായിട്ട് കുറ്റപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? എയ്ഡഡ് സ്കൂളുകൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. അത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് പല തവണയായിട്ട് അവർ കൈക്കലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. NSSനിൽ പ്രതിഷേധമുണ്ടെന്നേ, കാരണം അവരും നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല, SNDPക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. ഇതൊരു സത്യമല്ലേ? കണക്കുകൾ പുറത്തു വരട്ടെ. കേരളത്തിലെ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട, ഇത് വർഗീയതയല്ല, എത്ര എയ്ഡഡ് സ്കൂളുകളുണ്ട്? സർക്കാർ ശമ്പളം കൊടുത്തോളും, ഇവർ തലവരി വാങ്ങിച്ചോളും. അതുകൊണ്ടല്ലേ നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള പലർക്കും മലബാറിൽ പോയി അധ്യാപകരായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്? സത്യമല്ലേ ഇത്? ഇന്ന് കണക്കുകൾ പുറത്തെടുത്തു. ഒരാളൊരു സത്യം പറയുമ്പോൾ അതിനെ വർഗീയത എന്നല്ല പറയേണ്ടത്. ഒരു അപ്രിയ സത്യമായി പോയതുകൊണ്ട് അത് വർഗീയതയാവുന്നില്ല. കണക്കുകൾ കൊണ്ട് തിരിച്ചടിക്കും. കണക്കുകൾ കൊണ്ട് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? ഉടനെ വർഗീയ, അതൊരു പരിവേഷം. എന്നിട്ട് മതമാണ് 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 മുഖ്യം എന്ന് പറയുന്നതാണ് വർഗീയവാദിയല്ല. വെള്ളപൂശിയ മുതൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയല്ല. അതേസമയം BJP വർഗീയ കക്ഷിയാണ്. ഏത് വർഗീയ കക്ഷിയായിരുന്നു NDA മുന്നണിയിലുണ്ടായിരുന്നത്? കേരള കോൺഗ്രസ് വർഗീയ കക്ഷിയല്ലേ? മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലേ? അവരുടെ എല്ലാം കൂട്ടുമായിട്ട് ജയിച്ചു വന്നിട്ട് മതേതര സ്വഭാവമുള്ള ഗവൺമെൻറ്. കേരളം കണ്ട ഒരു മതേതര ഗവൺമെൻറ് എന്ന് പറഞ്ഞ 1987 EK നായനാറായ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണകൂടമാണ്. ഒരൊറ്റ ഇമാതിരിയുള്ള പാർട്ടികൾ, ജാതിയുടെയും മതത്തിൻ്റെ പേരിലുള്ള ഒരു പാർട്ടിയും ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ, അതുമാത്രമേ കേരളം കണ്ടതിലുള്ളൂ. പിന്നെ ആദ്യത്തെ 1957 EMS ഗവൺമെൻറ്. ഇതല്ലാതെ ബാക്കി CPMും കോൺഗ്രസും എല്ലാം കൂട്ടുപിടിച്ചിട്ടുള്ളത് വർഗീയ കക്ഷികളെയാണ്. അങ്ങനെയാണ് മലപ്പുറം ജില്ല ഉണ്ടായിട്ടുള്ളത്. ഈ മലപ്പുറം ജില്ലയെ തന്നെ വീണ്ടും വിഭജിക്കണമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം സാധിച്ചു കൊടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പേരാണ് VD സതീശൻ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ആശീർവാദത്തോടെ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയത്. ഇനിയിപ്പം 5 or 6 മന്ത്രിമാർ, വിദ്യാഭ്യാസ വകുപ്പ്, വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ്, ഇതെല്ലാം ഇങ്ങനെ മുസ്ലിം ലീഗിന് കിട്ടും. നമ്മളൊരു കാര്യം ഓർക്കണം, CPIക്ക് ഉണ്ടായിരുന്ന ഇത്ര 23 സീറ്റ് കോൺഗ്രസിനൊപ്പം ഭരിക്കുമ്പോൾ എന്തെങ്കിലും ജാട അവർ കാട്ടിയിട്ടുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? 23 എന്ന് പറയുന്ന 63നേക്കാൾ വലുതാക്കുന്ന ഒരു മാജിക്ക് കുറേ ആളുകൾ ഇവിടെ കൊണ്ടു നടന്നുണ്ട്. എന്നിട്ട് മതേതര പരിവേഷം. മുസ്ലിം ലീഗ് എന്ത് മതേതര കക്ഷിയാണ്? ഇന്ത്യയെ വിഭജിച്ച് ഈ കുട്ടിച്ചോറാക്കി വെച്ചത് അവരല്ലേ? അതിൻ്റെ പിൻഗാമികളല്ലേ മുസ്ലിം ലീഗ്? നാണമില്ലേ പറയാം മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന്? ശരിയാണ്, ഇവിടെ മര്യാദ ഉള്ളതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ മാന്യന്മാരായിട്ടുള്ള വ്യക്തികളുള്ളതുകൊണ്ട് മാന്യമായിട്ട് അവർ പെരുമാറുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ്. അതിവിടെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ. ഭേദഗതിക്കെതിരെയുള്ള നിയമത്തിൽ അവരതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് പറയുന്നതുകൊണ്ട് എന്നെ ഒരു വർഗീയവാദമായിട്ട് ചിത്രീകരിക്കുകയും പിന്നെ ഈ ആടിനെ പട്ടിയും പിന്നെ പേപ്പട്ടിയും ആക്കുന്ന പോലെ ആക്കുകയും ചെയ്യും. അല്ല, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, മിസ്റ്റേക്ക് ഉണ്ടോ? ഇതുകൊണ്ടാണ് BJP വളരുന്നത്. അത് മനസ്സിലാക്കുക. എന്തായാലും രാഷ്ട്രീയ കളികൾ എന്തു തന്നെയായാലും ഇപ്പോൾ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് നേരിടാനുള്ള ഒരു നേതൃത്വം, ഒരു ആപ്റ്റായിട്ടുള്ള ലീഡറാണ് സതീശനും തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് ഈ ഖജനാവിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ ഉത്തരം കൊടുത്തു. ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പോലെയല്ല, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടാകും, ഖജനാവിനെ നമ്മൾ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പം ടാക്സ് കൂട്ടേണ്ടി വരും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എത്ര കോടികളാണ് വേണ്ടി വരുന്ന കണക്ക് കൂട്ടുന്നു. ആ കോടി KSRTC തന്നെ കട്ടപ്പുറത്തുനിന്ന് ഒരുമാതിരി ഇറക്കി വെച്ചേ ഉള്ളൂ ഗണേഷ് കുമാർ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വഭാവം ശുദ്ധമല്ലെങ്കിലും നല്ല മിടുക്കനായ മന്ത്രിയായിരുന്നു അദ്ദേഹം. 2-2 അവിടുന്ന് ഇനി കട്ടപ്പുറത്തേക്ക് കട്ടപ്പുകയായിട്ട് KSRTCയെ മാറ്റുന്ന ഒരു പ്രഖ്യാപനം നടത്തിയാണ് ഇവർ വന്നിട്ടുള്ളത്. പണം ഉണ്ടാക്കുക എവിടെ നിന്നുണ്ടാക്കും? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബജറ്റുകളനുസരിച്ച് ഭൂരിഭാഗം നികുതികളും
കിട്ടുന്നത് കേന്ദ്രത്തിനാണ്. നമുക്ക് എന്താ രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ 1-2 ഫീസുകൾ അത് അമിതമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? CPM ആണ് പ്രതിപക്ഷം, വെറുതെ ഇരിക്കില്ല. VD സതീശൻ്റെ പ്രതിപക്ഷം പോലെ ആയിരിക്കില്ല അവർ പ്രതികരിക്കുന്നത്. അതെ, മനസ്സിലായില്ലേ? സെക്രട്ടേറിയറ്റ് വളയലും എല്ലാം നടത്തും, ഒരു മന്ത്രിക്കും അകത്ത് കടക്കാനാവാത്ത വിധം. നിയമസഭയ്ക്കകത്തെ കസേരകൾ ചിലപ്പോൾ എടുത്ത് മറിച്ചിടും. നിങ്ങളെപ്പോലല്ല CPM പ്രതിപക്ഷത്ത് വന്നാൽ മതി, 35 മതി, ഒരു കനലൊരു തരി മതി. മനസ്സിലായില്ലേ? പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ നല്ലത് CPM തന്നെ. VD സതീശൻ വെറും എന്ത് പ്രതിപക്ഷമായിട്ട് പടനായകൻ എന്നൊക്കെ പറയും. എന്ത് പട ഇയാൾ നയിച്ചു? വിരോധം കൊണ്ട് പറയുകയല്ല, ദിസ് ഇസ് എ ഫാക്ട്. മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും. പക്ഷേ ഇത് പിടിച്ചു വാങ്ങിയ മുഖ്യമന്ത്രി കസേരയാണ്, കൊടുത്ത കസേരയല്ല. അതാണ് വെള്ളിത്താലത്തിൽ കൊടുത്ത കസേരയല്ല എന്നുള്ളതിൻ്റെ ശോഭ കെടുത്തി തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും VD സതീശൻ്റെയും ശോഭ കെടുത്തുന്നുണ്ട്. ആൾക്കാർ വീടിന് ചുറ്റും കൂട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നും വികാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വിവേകശൂന്യത എന്നേ കഴിയാൻ പറ്റും. ആര് മുഖ്യമന്ത്രി ആയാലും എന്തായി ഇതിലാരും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യേണ്ടത്, ഓരോ മണ്ഡലത്തിനും ഓരോ രാജ്യമാക്കിക്കൊണ്ട് അവിടെ സംസ്ഥാനമാക്കിക്കൊണ്ട് ഓരോരുത്തരെയും മുഖ്യമന്ത്രിയാക്കുക. അതാണ് ചെയ്യേണ്ടത്. ആരെ നിങ്ങൾ മുഖ്യമന്ത്രി ഇവിടെ എങ്കിലേ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഈ തീരുമാനം, അവിടെ ഒരു വികാരമുണ്ട്, അവിടെ വിവേകമില്ല. വികാരം കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കടക്കൂ പുറത്ത് എന്ന് ജനങ്ങൾ തന്നെ പറയുന്ന സംഭവ വികാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ 10 ദിവസത്തെ ഒരു തമ്മിലടി അത് ഒരു ശോഭ കെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ സമ്മതിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ്സുകാരൻ, നമ്മുടെ ഇവിടെ വന്ന് സംസാരിച്ച ആൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതെ, പക്ഷേ സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ നമുക്ക് കാത്തിരുന്ന് തന്നെ ഒരു കാര്യമായി കുമാറെ അവസാനമായിട്ട് വാചകവാടിയും പത്രസമ്മേളനവും അല്ല ഭരണം. Administration is much more difficult than making statements. That's the only fact I can say.